ഫീകും ബഅദി അർബഉ ഫിതൻ. ഏ സ്വഹാബത്തെ, ഏ ലോക മുസ്ലിമീങ്ങളെ, എനിക്ക് ശേഷം 4 ഫിത്നകൾ, 4 പ്രശ്നങ്ങൾ ലോകത്തുണ്ടാകും, 4 ഫസാദുകൾ ലോകത്തുണ്ടാകും എന്റെ കാലശേഷം. നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഊല, ഒന്നാമത്, യുസ്തഹല്ലു ഫീഹാ ദിമാഉ, ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു കാലം, ഒരു ഫിത്ന ഉണ്ടാകും, ഒരു കാരണവും വേണ്ട. നമ്മൾ ചിന്തിച്ചു നോക്കിയോളൂ, ഈ ഹദീസുകൾ പരിശോധിച്ചിട്ട് ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി നടക്കുന്നത് ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തെ കുറിച്ചാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്ന് സാധാരണക്കാരായ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴിയിലൂടെ ഞാനിത് പറഞ്ഞു തരികയാണ്. ഹദീസിന്റെ വീക്ഷണത്തിൽ ഭൗതികമായ ചർച്ചകളോ വാർത്താ മാധ്യമങ്ങളോ ഒന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഒരുപക്ഷെ ഹദീസുമായി കൂടുതൽ അവഗാഹം നിങ്ങൾക്ക് ഇല്ലാതെ പോയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന 1-2 ഹദീസുകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം 4 ഫിത്നകൾ പൊട്ടി പുറപ്പെടും. അതിലൊന്ന് യുസ്തഹല്ലു ഫീഹാ ദിമാഉ എന്ന് പറഞ്ഞാൽ രക്തം ഹലാലാവുന്ന ഒരു സാഹചര്യമായിരിക്കും എന്ന് പറഞ്ഞാൽ വെറുതെ കൊന്നുകളയ. ഇന്നത്തെ സാഹചര്യമാണോ അല്ലയോ എന്ന് മനസ്സിലായിക്കോളെ. വസ്സാനിയ, രണ്ടാമത്, യുസ്തഹല്ലു ഫീഹാ ദിമാഉ വൽ അംവാൽ, മനുഷ്യനെ കൊല്ലുക മാത്രമല്ല അവരെ കൊന്നൊടുക്കിയിട്ട് അവരുടെ സമ്പത്ത് കൂടി പിടിച്ചെടുക്കുന്ന ഒരു കാലം, ഒരു ഫിത്ന എനിക്ക് ശേഷം ഉണ്ടാകും സ്വഹാബത്തെ. മൂന്നാമത്, വസ്സാലിസതു യുസ്തഹല്ലു ഫീഹാ അദ്ദിമാഉ വൽ അംവാലു വൽ ഫുറൂജു, എന്റെ സമുദായത്തെ കൊന്നൊടുക്കുകയും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുകയും അവരുടെ വീടുകളും അവരുടെ ഭവനങ്ങളും സാമ്പത്തിക മേഖലകൾ മുഴുവൻ പിടിച്ചെടുക്കുന്നതിനോടൊപ്പം വൽ ഫുറൂജു, അവരുടെ ഉമ്മമാരെയും പെങ്ങന്മാരെയും പെൺമക്കളെയും മാതാക്കളുടെയും മാനം കവർന്നെടുക്കുന്ന ഒരു കാലം സംജാതമാകും സ്വഹാബത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, ഇതിപ്പോ ഫലസ്തീനെന്ന് മാത്രം നിങ്ങൾ നോക്കണ്ട, ഇത് നമുക്ക് ഇന്ത്യയിലും ആകാം, ഇത് മണിപ്പൂരിലും ആകാം, ഇത് ഗുജറാത്തിലും ആകാം, ഇത് ഡൽഹിയിലും ആകാം, ഇത് കേരളത്തിലും ആകാം, ഇത് ഉത്തരേന്ത്യയിലും ആകാം, ഇതെല്ലാം ആകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ സമ്പത്ത് പിടിച്ചെടുക്കും, വീട് പിടിച്ചെടുക്കും, മനുഷ്യനെ കൊല്ലും, ആൺമക്കളെ കൊല്ലും, പെൺമക്കളുടെ മാനം കവർന്നെടുക്കപ്പെടും. അങ്ങനെ ഒരു ഫിത്ന ഫസാദ് ലോകത്തുണ്ടാകാതെ ലോകം അസ്തമിക്കുകയില്ല. എന്റെ കാലശേഷം നിങ്ങൾ പ്രതീക്ഷിച്ചോളി, അത് നിങ്ങൾക്ക് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്താണ്. നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമ്മാഉ അംയാഉ മുത്ബിഖത്തുൻ തമൂറു മൗറൽ ബഹർ തമൂറു മൗറൽ മൗജ് ഫിൽ ബഹരി ഹത്താ ലാ യജിദ അഹദുൻ മിനൻ നാസ് മിൻഹാ മൽജഉൻ وتغشى العراق تطيف بالشام وتخبت الجزيرة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാലാമത്, കണ്ണും കാതുമില്ലാത്ത യുദ്ധം, അന്ധമായ യുദ്ധം, അട്ടിയട്ടിയായിട്ട് കൊന്നൊടുക്കുന്ന യുദ്ധമായിരിക്കും. ചിന്തിച്ചു നോക്കിയാൽ ഇന്നത്തെ സംഭവമാണോ ഇല്ലയോന്ന്. കണ്ണില്ല, കുഞ്ഞെന്നില്ല, തള്ളയെന്നില്ല, വൃദ്ധനെന്നില്ല, വൃദ്ധകളെന്നില്ല, അന്ധമായ യുദ്ധമായിരിക്കും. ഒരു നീതിയും അവിടെ പുനഃസ്ഥാപിക്കപ്പെടുകയില്ല. അങ്ങനത്തെ ഒരു യുദ്ധമായിരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്ബിഖ, തുടരെ തുടരെ നടന്നുകൊണ്ടേയിരിക്കും. തീർന്നു, വെടിനിർത്തി എന്ന് കരുതും, അഭയാർത്ഥിയിലേക്ക് പോയിക്കോളി എന്ന് പറയും, അങ്ങോട്ടേക്ക് അവരിടും. തുടരെ തുടരെ അട്ടിയട്ടിയായി അവർക്കെതിരെ കൊലവിളി നടന്നുകൊണ്ടേയിരിക്കും. ഹത്താ ലാ യജിദ അഹദുൻ മിനൻ നാസി മിൻഹാ മൽജഉൻ, നിങ്ങൾ ഒരാളുടെ ഭാഗത്തു നിന്നും ആ യുദ്ധമുഖത്ത് പിടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കളടക്കം, വൃദ്ധകളടക്കം, വൃദ്ധന്മാരടക്കം, സ്ത്രീകളടക്കം, അഭയാർത്ഥികൾ അടക്കമുള്ളവർ വെള്ളം കിട്ടാതെയും ഭക്ഷണം കിട്ടാതെയും ചികിത്സ കിട്ടാതെയും അവർ നിലവിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു സന്തോഷത്തിന്റെ, ഒരു വർത്തമാനത്തിന്റെ ഒരംശമെങ്കിലും മുസ്ലിം ലോകത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട.
ലോകത്തിന്റെ പ്രവാചകൻ പ്രഖ്യാപിച്ചത് കൊണ്ടാ ഇന്ന് സൗദിക്കാരനും മിണ്ടാത്തത്, ബഹ്റൈൻകാരനും മിണ്ടാത്തത്, UAE-കാരനും മിണ്ടാത്തത്, കുവൈത്തുകാരനും മിണ്ടാത്തത്, ഇറാൻകാരനും മിണ്ടാത്തത്, ഇറാഖുകാരനും മിണ്ടാത്തത്. മിണ്ടാൻ പറ്റൂല. ജനങ്ങളിൽ നിന്ന്, ഈ അധികാരി വർഗത്തിൽ നിന്ന്, ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ നാമധാരികളായി അധികാര കൊതിയിൽ അമർന്ന് ആനന്ദ നൃത്തം ചവിട്ടുന്ന ഈ നാമധാരികളായ മുസ്ലിം ഭരണകൂടങ്ങൾ ഈ യുദ്ധം നിർത്ത് എന്ന ഒരു വാക്ക് അവർ പറയുകയില്ല. കേട്ടോ സഹാബത്തെ, നബിയുനാ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. പറയൂല, നിങ്ങൾ പേടിക്കണ്ട, പറയൂല. 11-ാം തീയതി തീരുമാനം വെച്ചിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാം ഫതഹാവും. 11-ാം തീയതി തീരുമാനത്തേക്ക് 4 രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ 4 സമുദായത്തിലെ 4 പേര് ഒന്ന് കൈ ഉയർത്തി നിർത്തടാന്ന് പറഞ്ഞാൽ നിർത്തും. പക്ഷെ പറയൂല അവര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ, പറയൂല. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാ, ലാ യസ്തതിഉ വഹദും മിനൻ നാസ്. എത്രത്തോളം തുഅറഖുൽ ഉമ്മത്തു അർഖൽ അദീം. ഈ സമുദായത്തെ ഒരു വള്ളി കണ്ടിച്ചു മാറ്റുന്നത് പോലെ അവരുടെ കഴുത്തറുത്ത് കുഞ്ഞുമക്കളടക്കമുള്ളവരെ കഷണങ്ങളാക്കി വെട്ടിമാറ്റപ്പെടുമ്പോഴും ഈ സമുദായം അവിടെ നോക്കിക്കണ്ടിരിക്കും. ലാ യസ്തതിഉ അൻ യഖൂല മ. ഇത് പാടില്ല, നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ്, അധർമ്മമാണ് എന്ന് പറയാൻ ഒരു അറബി സമൂഹവും അന്നത്തെ കാലത്ത് ഉണ്ടാവില്ല. ഉണ്ടാകും, അവർ നോക്കുകുത്തികളെ പോലെയായിരിക്കും. അനങ്ങാൻ കഴിയൂല സഹാബത്തെ. ശരിയല്ലേ? നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, ലയകൂനന്ന ബിശാമി ഫിത്നത്തുൻ വഅൻതും നാദിമൂൻ അൻ ജൂഇൻ ശദീദിൻ ഫയകൂനു റീഹുൽ ഖുബ്സി അത്യബ മിൻ റീഹിൽ മിസ്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലം വരും, അന്ന് ഈ ഷാമിലെ മക്കൾ, അതായത് ഇന്ന് അനുഭവിക്കുന്ന ഈ ഫലസ്തീനിന്റെ മക്കൾ, ഒരു റൊട്ടി കഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ, വിശന്ന് പട്ടിണി കിടന്ന് നിലവിളിക്കുന്ന ഒരു കാലഘട്ടം വരും. ആരെങ്കിലും അയൽ രാജ്യത്തിൽ നിന്ന് വലിച്ചെറിയുന്ന റൊട്ടി കഷണത്തിന്റെ ഒരംശമെങ്ങാനും അവർക്ക് കിട്ടിയാൽ ഫയകൂനു റീഹുൽ ഖുബ്സി അത്യബ മിൻ റീഹിൽ മിസ്ക്. മിസ്കിനേക്കാൾ, കസ്തൂരിയേക്കാൾ അവർക്ക് ആ ഉണങ്ങിയ റൊട്ടി കഷണമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു കാലം വരും. ആ കാലല്ലേ? വെള്ളമുണ്ടോ? വഅൻതും നാദിമൂൻ. നിങ്ങൾ വിഷമിക്കും, അവർ പട്ടിണി കിടക്കുന്നത് കൊണ്ട്. വെള്ളമില്ല, കഴിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഉമ്മമാർക്ക് മുല കൊടുക്കാൻ പാലില്ല. അറബികൾ നോക്കിക്കണ്ട് ആടിനെയും പുഴുങ്ങി ഒട്ടകത്തെയും പുഴുങ്ങി വിശാലമായി അവർ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമുദായത്തിലെ സമൂഹമാണ് കുഞ്ഞുമക്കളടക്കം ബോംബ് പൊട്ടി, കുഞ്ഞുമക്കളടക്കം തലയോട്ടി പൊട്ടി പിളർന്ന്, ഗർഭിണികള്, ഉമ്മമാര്, പെങ്ങന്മാര്, മസ്ജിദുകൾ, മദ്രസകൾ എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോ നമ്മുടെ സമുദായം നല്ല ആട് പുഴുങ്ങിയിരുന്ന് കബ്സ അടിക്കുകയാ. നല്ല കബ്സ, ആടിന്റെ മട്ടന്റെ കബ്സ. ആ സമുദായം തിന്നാനും കുടിക്കാനും വഴിയില്ലാതെ കിടക്കും. നിങ്ങൾ ദുഃഖിക്കുമത്രേ, നിങ്ങൾക്ക് വെള്ളം കിട്ടാതെ നിങ്ങൾ ദുഃഖിക്കുമത്രേ, നിങ്ങൾ വിഷമിച്ച് നിങ്ങൾ ദുഃഖിക്കുമത്രേ. അങ്ങനെ ഒരു കാലഘട്ടം വരും എന്റെ സമുദായത്തിന്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്. അത് യാഥാർത്ഥ്യമായി പുലരുക തന്നെ ചെയ്യും, ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ചരിത്രത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തൊന്നുമില്ല. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സഹാബാക്കളുമായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആ ഷാമിന്റെ ഭാഗത്തേക്ക് കൈ ഉയർത്തിട്ട് പറഞ്ഞു, ഫനഹാഹാ ബിശ്ശാം. ഷാം എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഫലസ്തീൻ, സിറിയ, ജോർദാൻ, ഈജിപ്റ്റ് അടങ്ങുന്ന ഈ സ്ഥലങ്ങൾ ഇതെല്ലാം ആ ഷാമിൽപ്പെട്ടതാണ്. ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് അദുവുൻ യജ്മഊന ലി അഹ്ലിൽ ഇസ്ലാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ദേ ആ ഭാഗത്ത് നിന്ന് ഇസ്ലാമിനെ തകർക്കാൻ ഒരു വിഭാഗം തയ്യാറായി നിൽപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വാക്ക് കേട്ടിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു
ആ ഷാമിന്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കിട്ട് പറഞ്ഞ കാര്യമാണ്. ബഹുമാനപ്പെട്ട സഹാബി പറയുകയും ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുമൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് മയ്യത്തുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കി സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഭാഗ്യം തരട്ടെ. ആ ഉമ്മത്തിനെ അല്ലാഹു സഹായിക്കട്ടെ, നമ്മളെയും അല്ലാഹു സഹായിക്കട്ടെ. ഇന്ന് അവരാണെങ്കിൽ നാളെ നമ്മളാണ്. നമ്മൾ ഓർത്തുകൊള്ളുക, മുസ്ലിം ഉമ്മത്താണ്. അത് ഖിയാമത്ത് നാൾ വരെ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നവരാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ അടക്കം ഈ നിഷ്കരണം വധിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമുക്കൊക്കെ മാനസികമായി വിഷമവും പ്രയാസവും ഉണ്ടാകാം. ഇത് മനസ്സിലാക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തീരുമാനമെടുത്തിട്ട് നമ്മൾ പറയും അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു റഹീമാണ്, കാരുണ്യവാനാണ്. എന്നിട്ട് അല്ലാഹു എന്ത് റഹ്മത്താണ് ഈ കുഞ്ഞുമക്കളോട് ചെയ്തത് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അതിനൊക്കെ മറുപടി നൽകിയെങ്കിലും ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത്ഫാലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കുഞ്ഞുങ്ങൾ, കുഞ്ഞുമക്കൾ, അല്ലദീന യമൂതൂന വഹും സിഗാറുൻ, കുഞ്ഞു പൈതലായിരിക്കുമ്പോ, കുഞ്ഞു കിടാവായിരിക്കുമ്പോ, കുഞ്ഞു മോനും മോളുമായിരിക്കുമ്പോ ആ അവസ്ഥയിൽ അവർ മരണപ്പെടുമ്പോൾ എത്ര വിഷമായിരിക്കും. അങ്ങനെ അവർ മരണപ്പെട്ടാൽ ആരായിരിക്കും ആ കുട്ടികളുടെ ഉമ്മയുപ്പയും? യക്ഫുലുഹും ഐ യർആഹും വയഖൂമു അലാ ശഅനിഹിം. നബിയുല്ലാഹി ഇബ്രാഹിം വസാറത്ത് സൗജതുഹു അലൈഹി സ്വലാത്തു വസ്സലാം. ആ കുഞ്ഞുമക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പിതാവിന്റെ സ്ഥാനത്ത് ഏൽപ്പിക്കുന്നത് ആരെയാ? നബിയുല്ലാഹി ഇബ്രാഹിം. യക്ഫുലുഹും, അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റെടുക്കും. ഉമ്മ സാറത്തു സൗജതുഹു, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയായ സാറ റളിയല്ലാഹു തആല അൻഹ ആ പിഞ്ചു മക്കളുടെ ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവരെ കളിപ്പിക്കും, സന്തോഷിക്കും. തന്റെ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ടത് അവർ മറന്നുപോകും. പക്ഷേ ഖിയാമത്ത് നാളാകുമ്പോ ഈ കുഞ്ഞുമക്കളുടെ മാതാപിതാക്കൾ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ബീവി സാറ റളിയല്ലാഹു തആല അൻഹ അടങ്ങുന്ന ആ ദമ്പതികൾ ഈ മക്കളെ സുരക്ഷിതമായി ആ ഉമ്മാന്റെ ഉപ്പാന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കും. ചെറുപ്പത്തിൽ നിങ്ങളുടെ കുഞ്ഞ് മരണപ്പെട്ട് നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങള് നിങ്ങളുടെ പിതൃസ്ഥാനത്ത് നിന്ന് മാതൃസ്ഥാനത്ത് നിന്ന് ഈ മക്കളെ ഞങ്ങൾ സംരക്ഷിച്ചവരാണ്. അവർ പിന്നീട് കരഞ്ഞിട്ടില്ല, ചിരിച്ചിട്ടേ ഉള്ളൂ. അവർക്കൊരു വിഷമം ഉണ്ടായിട്ടില്ല, ഒരു പ്രയാസം അവർക്ക് നേരിട്ടിട്ടില്ല. അവരിങ്ങോട്ടേക്ക് വന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതാ നിങ്ങളുടെ മക്കളെ ഞങ്ങളുടെ അമാനത്തായി അള്ളാഹു ഞങ്ങളെ ഏൽപ്പിച്ചതാണ്, ഇത് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങൾ ഇതാ തിരിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട സാറാ ബീവി അടക്കമുള്ള ദമ്പതികൾ ഈ കുഞ്ഞുമക്കളെ അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കും. ഹാദാ റഹ്മത്തും മിനല്ലാഹി അസ്സ വജല്ല ബിഖൽഖിഹി, ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ ദാസന്മാരോട് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പറയരുത് അള്ളാഹ്ക്ക് കരുണയില്ല എന്ന് പറയരുത്. അള്ളാഹ്ക്ക് കരുണയില്ല എന്ന് ഒരിക്കലും നമ്മൾ പറഞ്ഞു പോകരുത്. ഇത്രയും നമ്മൾ ദുആ ചെയ്തിട്ട് അല്ലാഹുവേ 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 ഇവന്മാർക്കൊന്നും സംഭവിക്കുന്നില്ല, ഒരിക്കലും അത് പറഞ്ഞു പോകരുത്. ഈ കുഞ്ഞുമക്കളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന അല്ലാഹുവിന്റെ റഹ്മത്ത. ഒരു പ്രവാചകൻ തന്റെ കുഞ്ഞിനെ പരിപാലിക്കാൻ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞ ഭാഗ്യമല്ല, അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിച്ച് ലോകത്ത് സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനുള്ള നമുക്ക് അല്ലാഹു വലിയ വാഗ്ദ ചെയ്തിട്ടുണ്ട്, വലിയ വാഗ്ദ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പുറകിൽ അടുത്ത വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കും. ആരാണ് ഇതിന്റെ പിന്നിൽ വരുന്നത്, എവിടെയാണ് ഇതിന്റെ പര്യവസാനം, എങ്ങനെയായിരിക്കും ഇത് തീർക്കുക എന്നുള്ളതിനെ കുറിച്ചെല്ലാം ഹദീസുകളുണ്ട്. അത് പരിധി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു സത്യം വിജയിപ്പിക്കുകയും അസത്യത്തെ ധർമ്മത്തെ അള്ളാഹു പരാജയപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ലോക ജനത ചെയ്യുന്ന ദുആകൾ അള്ളാഹു പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് അതിന്റെ പൂർണ്ണമായ
അർഹമായ നിലയിൽ അതിന്റെ ഉത്തരം നൽകി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സന്തോഷിപ്പിക്കുകയും ആ ഫലസ്തീനിന്റെ മക്കളെ അള്ളാഹു സംരക്ഷിക്കുകയും സഹായിക്കുകയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഗൈബിയായ സഹായം ഇറക്കുകയും ഒക്കെ ചെയ്യുമാറാകട്ടെ. ഒരുപാട് അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള ഗൈബിയായ അദൃശ്യമായ സഹായങ്ങളൊക്കെ ഫലസ്തീനിന്റെ മണ്ണിൽ ഇറങ്ങുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഒരുപാട് സംഭവങ്ങൾ ഇതൊക്കെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ അറിയാത്ത പല സംഭവങ്ങളും മയ്യത്തുകളുടെ ഭാഗത്തു നിന്നൊക്കെ ധാരാളം നല്ല നല്ല സുഗന്ധങ്ങൾ, ഭയങ്കരമായ സുഗന്ധം വീശി വരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. അതേപോലെ നിരായുധരായ ആളുകളുടെ ഭാഗത്ത് നിന്ന് ചെറിയ ഒരു വെടിക്കോപ്പ് കൊണ്ട് വലിയ വലിയ സംവിധാനങ്ങളൊക്കെ തകർന്നു പോകുന്നതും എന്തോ ചില അദൃശ്യ കരങ്ങൾ ഇവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് ജൂതന്മാർ പോലും പരസ്യമായി പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു നമ്മളെ കൈവിടില്ല. നമ്മൾ സത്യവിശ്വാസികളാണ്. നമ്മളുടെ ദുആയും ഇബാദത്തുകളും നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക, അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അതല്ലാതെ ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ എന്ത് പരാതിയുമായിട്ട് വരുന്നത് ഇസ്രായേലികളാണ്, എല്ലാ പരാതിയും. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം കാര്യങ്ങൾ പറയും. പക്ഷെ ഇവരതനുസരിക്കൂല. അങ്ങനെയാണ് ഒരു കൊലയുമായി ബന്ധപ്പെട്ട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇസ്രായേലികളെ സമീപിക്കുന്നത്. ഞങ്ങൾ ഒരാൾ കൊല ചെയ്യപ്പെട്ടു, അതുകൊണ്ട് പ്രവാചകരെ നിങ്ങൾ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത വ്യക്തിയാണല്ലോ, ഒന്ന് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം കാണാൻ കഴിയും. അതാരാണെന്ന് ആ ഘാതുകനെ കണ്ടുപിടിക്കാൻ കഴിയും. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുമായി ബന്ധപ്പെട്ടപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല സിമ്പിളായ ഒരു മറുപടി പറഞ്ഞു. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി اذكروني يا قوم إذ قال موسى لقومه يا قوم اذبحوا بقرة. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മൂസ അവരോട് ഒരു മൃഗത്തെ അറക്കാൻ പറ, ഒരു പശുവിനെ അറുത്ത് അതിന്റെ തോലെടുത്ത് ആ കാണുന്ന മൃതശരീരത്തിൽ അടിച്ചാൽ ആരെന്ന് മനസ്സിലാകും. സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തോട് പറഞ്ഞു. മൂസ നബി അത് സ്വീകരിച്ചു. മൂസ നബി അത് അവരുടെ അനുയായികളോട് പറഞ്ഞു, നിങ്ങളൊരു പശുവിനെ നിങ്ങൾ അറക്കണം, അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഉടനെ അവർ പറഞ്ഞു, ഖാലൂ വതത്തഖിദുനാ ഹുസ്വാ, നീ എന്ത് മൂസ ഞങ്ങളെ പരിഹസിക്കുകയാണോ? നീ എന്ത് ഞങ്ങളെ പരിഹസിക്കുകയാണോ? ഞങ്ങൾ ഒരു ഘാതുകന്റെ കാര്യം അന്വേഷിക്കാൻ വന്നപ്പോ പശുവിനെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എന്താ? ഞങ്ങളെ നീ കളിയാക്കുകയാണോ, പരിഹസിക്കുകയാണോ? അല്ലാഹുവേ, കണ്ടോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഇസ്രായേലി വർഗത്തിന്റെ വിഷയം പറയുന്ന കൂട്ടത്തിൽ മുഴുവനും ആയത്തുകൾ പരിശോധിച്ചറിയാം, ഇവന്മാർ വിവരമില്ലാത്തവന്മാരാണ്, ഇവന്മാര് ജാഹിലീങ്ങളാണ്, വിവരം കെട്ടവന്മാരാണെന്ന മൂസ നബിയുടെ അനുയായികളെ കുറിച്ച് മൂസ നബി പറഞ്ഞത്. എന്നാൽ നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ അനുയായികളെ കുറിച്ച് പറഞ്ഞെന്താ? അസ്ഹാബി കന്നുജൂം, എന്റെ അനുചരന്മാർ, എന്റെ അനുയായികൾ നക്ഷത്ര തുല്യരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, എന്റെ അനുയായികൾ നക്ഷത്ര തുല്യരാണ്. എന്നാൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളെ കുറിച്ച് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞെന്താ? വിവരമില്ലാത്തവന്മാരാണ് ഇവന്മാർ, വിവരമില്ലാത്ത വിഡ്ഢികളായി പോയല്ലോ പടച്ചവനെ. അന്നേ ആ ശാപപ്പേരിന് അർഹരായവരാണ്. ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസൗ വകാനൂ യഅതദൂൻ കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ ലബിഅസ മാ കാനൂ യഫ്അലൂൻ. لعن الذين كفروا من بني إسرائيل على لسان داوود وعيسى بن مريم. നോക്കണേ, ഓരോ പ്രവാചകന്മാരുടെ ശാപം ഏറ്റുവാങ്ങിയവന്മാരാണ് ഈ വർഗം. ഗുണം പിടിക്കൂല, ഈ ഖിയാമം വരെ ഈ വർഗം ഗുണം പിടിക്കൂല. ഇവര് തിരിയാനും മനസ്സിലാക്കാനും ഈ അക്രമങ്ങളിൽ നിന്ന് പിന്തിരിയാനും ഇവർ പോകില്ല. കാരണം ശാപം ഏറ്റ വർഗമാണ്. ആരുടെ ശാപം? നമ്മളെ പോലെ സാധാരണക്കാരന്റെ ശാപമല്ല, പ്രവാചകന്മാരുടെ ശാപമേറ്റ വർഗമാണ് ഇസ്രായേലികൾ. ഈ ജൂതവർഗം പ്രവാചകന്മാരുടെ ശാപമേറ്റവരാണ്. ഈ പ്രവാചകന്മാരുടെ ശാപമേറ്റവർ എന്തെങ്കിലും രക്ഷപിടിച്ച ചരിത്രമുണ്ടോ? രക്ഷപിടിക്കുകയില്ല. ഖുർആൻ പറഞ്ഞ വാക്കാണ് ലൂഇന, അവർ ശപിക്കപ്പെട്ട വർഗമാണ്. കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി
ദാവൂദ വഈസ ഇബ്നി മറിയം. ദാവൂദ് നബിയുടെ നാവാലും ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവാലും ഇനി ഓരോ പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹ് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ചരിത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളിലേക്ക് പരതി നോക്കുമ്പോ ഓരോ പ്രവാചകന്മാരുടെ നാവിലൂടെയും ഇവർ ശപിക്കപ്പെട്ട വർഗമായി മാറി. അവരുടെ അഹങ്കാരങ്ങൾ കൊണ്ടും അതിക്രമങ്ങൾ കൊണ്ടും ആഭാസങ്ങൾ കൊണ്ടും ഇവർ ശപിക്കപ്പെട്ടവരായി. ഏതൊരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യും ഇവർ. ഇതായിരുന്നു ഇവിടെ സ്വഭാവം. നമ്മൾ കാണുന്ന അങ്ങനല്ലേ? കുഞ്ഞുങ്ങളെ കൊല്ലരുത്, അഭയാർത്ഥി ക്യാമ്പിലേക്ക് നിങ്ങൾ ജനീവ കരാർ പ്രകാരം ഇത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് ലോകം മൊത്തം വിളിച്ചു പറഞ്ഞിട്ടും, ജൂതന്മാര് പറഞ്ഞിട്ടും, ഇന്ന് നിലനിൽക്കുന്ന ഇസ്രയേലിലുള്ളവർ പറഞ്ഞിട്ടും ഈ ജൂതവർഗം അത് കേൾക്കാൻ തയ്യാറല്ല. അതാണ് രസം. كانوا لا يتناهون عن منكر فعلوه ذلك بما عصوا ولبئس ما كانوا يفعلون. ഇവരെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വഭാവം ഒരു നിലയ്ക്കും അനുസരണ ഇല്ലാത്ത വർഗമാണ്. ഇന്ന ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ദുഷിച്ച കാര്യങ്ങളെ ഒഴിവാക്കണമെന്ന് പ്രവാചകന്മാർ പറയുമ്പോൾ അത് സ്വീകരിക്കുകയില്ല. ആ ദുഷിച്ച കാര്യങ്ങൾക്ക് കൂടുതൽ പ്രേരണ നൽകുകയും അതവർ ആവർത്തിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു ഇവരുടെ സ്വഭാവം. അതാണ് ഇവര് പറഞ്ഞു. എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോ ഞങ്ങൾ ആരെന്നറിയോ? വഖാലത്തിൽ യഹൂദു വന്നസാറാ നഹ്നു അബ്നാഉല്ലാഹി വഹിബ്ബാഉ. ഞങ്ങൾ എന്ത് അനുസരിക്കണം മൂസ? ഞങ്ങൾ അല്ലാഹുവിന്റെ മക്കളാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ മക്കളാണ്, ദൈവപുത്രന്മാരാണ് ഞങ്ങൾ. ഞങ്ങൾ എന്തിനനുസരിക്കണം? ഞങ്ങൾ ഭൂമിയിൽ വാഴ്ത്തപ്പെട്ടവരാണ്, ദൈവത്തിന്റെ ഇഷ്ടദാസന്മാരാണ്, ഇഷ്ടപുത്രന്മാരാണ്. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ അനുസരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് എല്ലാ പൊരുത്തവും തൃപ്തിയും ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവര് പറഞ്ഞ വാക്കാണ് വഖാലത്തിൽ യഹൂദു വന്നസാറാ നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉ. ഞങ്ങൾ അല്ലാഹുവിന്റെ സന്താനങ്ങളാണ്, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, അവരാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് നീയും നിന്റെ സമുദായം നീ ഇഷ്ടപ്പെടുന്നവരുമായിട്ട് പോയിക്കോളി, ബൈത്തുൽ മുഖദ്ദസിലേക്കോ എങ്ങോട്ടോ പോയിക്കോ, ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റൂല. അതാണ് അപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മൃഗത്തെ അറക്കാൻ പറഞ്ഞപ്പോ അങ്ങ് അറുത്താ മതി. അങ്ങനെ ഓരോന്ന് ചോദിച്ചു. എങ്ങനത്തെ പശു, അതിന്റെ കളർ എന്താ, അതിന്റെ കോല എന്താ, അതിന്റെ വയസ്സെത്ര, അതെങ്ങനെയായിരിക്കണം, എങ്ങനെ അറുക്കണം, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അലഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ. ഈ വിവരമില്ലാത്ത ജനതയിൽ നിന്ന് അല്ലാഹ് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാഹ് ഒരു കാര്യം പറഞ്ഞ അനുസരിക്കലാണ്, അനുസരണ ഇല്ലാത്ത വർഗ്ഗമാണ്. അപ്പൊ ഇവരെ കുറിച്ച് അല്ലാഹ് എന്താ ഖുർആനിൽ പറഞ്ഞത്? ഈ അനുസരണ കട്ട വർഗത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ വാക്കെന്താ? ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. അല്ലാഹ് പറഞ്ഞ വാക്ക കൽ ഹൃദയങ്ങളാണ് ഈ ജൂതവർഗം. കൽഹൃദയങ്ങളാണ് ഈ ജൂതവർഗം. കല്ലിനുമുണ്ട്, കല്ലും ചിലപ്പോ നമ്മളോട് കരുണ കാണിക്കും. അല്ലാഹു പറയാ വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ നാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. ചില കല്ലുകൾ പൊട്ടിപ്പിളർന്ന് അതിൽ നിന്ന് വെള്ളം അല്ലാഹു നമുക്ക് നൽകുന്നു. ചില കല്ലുകൾ കരയുകയാണ്. ചില കല്ലുകൾ മുകളിൽ നിന്ന് പർവ്വത സാനുക്കളിൽ നിന്ന് സമുച്ചയത്തിൽ നിന്ന് അല്ലാഹയെ ഭയപ്പെട്ട് താഴേക്ക് വീഴുകയാണ്. ചില കല്ലുകൾ പുഴകളായി നമുക്ക് സാന്ത്വനത്തിന്, നമുക്ക് സമാധാനത്തിന്റെ മന്ദമാരുതൻ വീശിത്തരുന്ന എത്രയോ നല്ല പുഴകളുണ്ട്. ഈ കല്ലുകൾ നമുക്ക് ദുനിയാവിൽ നമ്മളോട് ദയയും നമ്മളോട് ലാളിത്യവും കാണിക്കുമെങ്കിൽ ഇതുപോലും കാണിക്കാത്ത വർഗമാണ് ജൂതവർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു. അവൻ ഏത് വർഗത്തെ അവൻ അനുസരിക്കാനാണ്? ആര് പറഞ്ഞാൽ അവൻ കേൾക്കാനാണ്? അവൻ കേൾക്കുകയില്ല. ഇത് ഖുർആന്റെ വാക്കാണ്. ഇത് അള്ളാഹുവായിട്ട് ആളുകളെ ഇറക്കി ഇവരെ മുരടോടുകൂടി പറിച്ചെറിയുകയാണ്. അതാണ് അള്ളാഹിന്റെ തർത്തീബ് അവസാനമായിട്ട്.
ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഖുർആൻ പറഞ്ഞ വാക്കതാണ് അനുസരണയില്ലാത്ത വർഗം. ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യും, അത് തന്നെയാണ് അവരുടെ തർത്തീബ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ സ്ഥലത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ബർക്കത്ത് കൊണ്ടാണ് ഇന്നും നിലനിന്ന് പോകുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അല്ലാഹു ഈ പ്രവാചകന്മാര് കടന്നു വന്ന പ്രവാചകന്മാരുടെ പാദസ്പർശം ഏറ്റതിന്റെ ബർക്കത്ത് കൊണ്ട് പല അനുഗ്രഹങ്ങളും ആ നാട്ടിൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളുടെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോഴും ഈ സമുദായത്തിന് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഹെൽപ്പ് അവിടെ നൽകുന്നത്. ആ ഒരു സ്ഥലത്തിന് മറ്റൊരു പേര് ഉണ്ട്, വാദി നംല് എന്ന് പറയുന്ന ഒരു പേരുണ്ട്. വാദി നംല് ഫലസ്തീനിന്റെ മറ്റൊരു പേരാണ് ആ നാട്ടില്. അതായത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുമ്പോ എറുമ്പിൻ കൂട്ടം സംസാരിച്ച ഒരു സ്ഥലമുണ്ട്, അതാണ് വാദി നംല് എന്ന് പറയുക. ആ സംസാരം കേൾക്കാനുള്ള ഭാഗ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു പല കഴിവുകൾ നൽകി. അതിൽ ഒരു കഴിവാണ് പക്ഷി പറവാദികളുടെ സംസാര ഭാഷകൾ മനസ്സിലാക്കാൻ, എറുമ്പിൻ കൂട്ടത്തിന്റെ സംസാര ഭാഷകൾ മനസ്സിലാക്കാൻ, അതേപോലെ കാറ്റുകളെ നിയന്ത്രിക്കാൻ. ഇതിനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി. ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംല് ഖാലത് നംലതു യാ അയ്യുഹൻ നംലു ദുഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു وهم لا يشعرون فتبسم ضاحكا من قولها وقال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു പോകുമ്പോ ആ പലസ്തീനിന്റെ മണ്ണിൽ വാദി അൻ-നംല് എന്ന് പറയുന്ന സ്ഥലമെത്തി. ഹത്താ ഇദാ തൗ അലാ വാദിൻ നംല്, എറുമ്പിന്റെ കൂട്ടം ഉള്ള സ്ഥലം, അതിന്റെ താവളം, അതിന്റെ പരിസരത്തെത്തി. قالت نملة يا أيها النمل ادخلوا مساكنكم لا يحطمنكم سليمان وجنوده وهم لا يشعرون. എറുമ്പിൻ കൂട്ടങ്ങളെ, നിങ്ങൾ എല്ലാവരും അകത്തേക്ക് കയറിക്കോളി, സുലൈമാനും പരിവാരങ്ങളും വരുന്നുണ്ട്, അവരൊക്കെ ചവിട്ടി നിങ്ങളെ കൊന്നുകളയും, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അകത്തേക്ക് കയറിക്കോളി. ഇത് ആര് കേട്ടു? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കേട്ടു. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ, ചിരിച്ചു, പുഞ്ചിരിച്ചു. അത് കേട്ടിട്ട് എറുമ്പിന്റെ സംസാരം കേട്ടിട്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിരിക്കാണ്. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ, അല്ലാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അല്ലാഹുവേ, ഈ ഉദരജീവികൾ പടച്ചവനെ, ഈ എറുമ്പിൻ കൂട്ടത്തിന്റെ ഭാഷ നീ എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ അല്ലാ. ഉടനെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, ഖാല റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. അല്ലാഹുവേ, എനിക്കും എൻ്റെ പിതാവിനും നീ തന്ന അനുഗ്രഹം, നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ നീ എനിക്ക് പ്രചോദനം നൽകണേ അല്ലാഹ്. കണ്ടോ, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതിലുണ്ട്. അള്ളാഹു നമുക്ക് ചെയ്തെന്ന നിഅമത്തുകൾക്ക് നന്ദികേട് കാണിക്കുമ്പം അള്ളാന്റെ ശിക്ഷ ഉണ്ടാവും. ഒരു കാലഘട്ടത്തിൽ ഫലസ്തീൻ ലോക രാജ്യത്തിന്റെ മുന്നിൽ വലിയ സമ്പന്നതയുടെ നാടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അന്നത്തെ അഹങ്കാരങ്ങളും അവരുടെ ആ ആർഭാടങ്ങളും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാതെ വന്നു. ഒരു കാലഘട്ടം, വലിയ ഒരു കാലഘട്ടമായിരുന്നു ഒന്ന്. അന്ന് വ്യഭിചാരത്തിന് വേണ്ടിയും അനാശാസ്യ പ്രവർത്തനത്തിന് വേണ്ടിയും ആ മുഖദ്ദസായ മണ്ണിനെ അവർ ഉപയോഗപ്പെടുത്തിയപ്പോൾ അന്ന് പണ്ഡിത ഉലമാക്കൾ ഇതേപോലെ മിമ്പറിൽ നിന്നും പള്ളിയിൽ നിന്നും വിളിച്ചു പറഞ്ഞു, ഇത് അരുത്, തെറ്റാണ്, മുബാറക്കായ സ്ഥലമാണ്, ബാറക്കന ഹൗലഹു, അല്ലാഹു ബർക്കത്ത് ചെയ്ത സ്ഥലമാണ്, ഇതൊന്നും നിങ്ങൾ ചെയ്യരുത്, തെറ്റാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ പണ്ഡിതന്മാരെ, ഇന്ന് നമ്മൾ ഉലമാക്കൾ പ്രാസംഗികന്മാരൊക്കെ പറയുമ്പോൾ അതിൻ്റെ കീഴിൽ മോശമായ കമന്റ് ഇടുന്നതിൽ കൂടുതൽ നമ്മുടെ കാക്കാമാരാണ് എന്നതുപോലെ തന്നെ അന്നത്തെ കാക്കാമാരും പണ്ഡിതന്മാരെ തെറി വിളിച്ചു.
ഇനി വരാൻ പോകുന്നേ ഉള്ളൂ നമുക്കും. ഇന്ന് നിങ്ങൾ എഴുതി വെച്ചോളൂ ഇൻഷാ അല്ലാ. ഈ ഉലമാക്കൾ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ, ഇനി ഇന്ത്യ രാജ്യത്തിലടക്കം വരാൻ പോകുന്ന സംഭവങ്ങൾ ആലിമീങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിഹാസമായിരിക്കും. ഇൻഷാ അല്ലാ എഴുതി വെച്ചോളിൻ. അള്ളാഹു അന്ന് കാണാനും ജീവിച്ചിരിക്കാനും ഭാഗ്യവും തൗഫീഖും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കമന്റ് അടിച്ചവന്മാർക്കല്ല അന്നൊരു വെല്ലുവിളി ഉണ്ടാകും. അന്ന് മനസ്സിലാക്കും അന്ന് ഈ പണ്ഡിതന്മാർ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്നുള്ളത്. ഇപ്പൊ മനസ്സിലാവില്ല, ഇപ്പൊ കളിയാക്കും, ഇപ്പൊ പരിഹസിക്കും. പരിഹസിച്ചുകൊള്ളട്ടെ, അത് തന്നെ ആ വർഗം. ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങളെ പരിഹസിക്കലല്ലേ നിങ്ങളുടെ ജോലി? ഇതല്ല പറഞ്ഞ വാക്കാണ്. പ്രവാചകന്മാരോട് പറഞ്ഞെങ്കിൽ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ പണ്ഡിത മഹത്തുക്കൾ ഇത് ലോകത്തോട് വിളിച്ചു പറയുമ്പോ നമ്മളെ പരിഹസിക്കാനുള്ള ഒരു വിഭാഗമായി നമ്മുടെ മുസ്ലിം സമുദായം അതപ്പതിച്ചു പോയി. അങ്ങനെയാണ്. എന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അവർക്ക് കഴിവില്ലാതെ പോയി. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. മനസ്സിലാക്കാൻ പരിശുദ്ധമായ ഖുർആനോ ഹദീസോ മനസ്സിലാക്കാൻ, ഇസ്ലാമിന്റെ താരീഖുകളോ മനസ്സിലാക്കാൻ ആ വിഭാഗം തയ്യാറാകുന്നില്ല. അവർ വെറുതെ അനാവശ്യമായ കമന്റുകൾ അടിച്ചിട്ട് ഇസ്ലാമിനെയും പണ്ഡിതന്മാരെയും താറടിക്കുകയാണ്. അവർ മനസ്സിലാക്കും, ഇൻഷാ അല്ലാഹ് ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കും. ഇന്ന് ഫലസ്തീനികൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കും. പ്രവാചകന്മാരുടെ ശാപമേറ്റ സ്ഥലമാണ്. ഇത്ര വലിയ മുബാറക്കായ സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഈ അദാബ്? വെറുതെ അള്ളാഹു ആരെയും അള്ളാഹു ശിക്ഷിക്കുകയേ ഇല്ല. മനസ്സിലാക്കണം, വെറുതെ അള്ളാഹു ആരെയും ശിക്ഷിക്കുകയില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രങ്ങളാണ്. നമ്മൾ വിചാരിക്കും നമുക്കിപ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന്. കുഴപ്പം വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. കുഴപ്പമില്ല എന്ന് സന്തോഷിക്കേണ്ട ആരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കിനി സാമ്പത്തികമായി ഒരു പ്രശ്നവും ഉണ്ടാവൂല എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു വിഭാഗമായിരുന്നു ഫലസ്തീന്റെ മക്കൾ. സ്വർണ്ണ തളികകൾ കൊണ്ട് അമ്മാനമാടിയവരായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അത്രയ്ക്ക് സമ്പന്നരായിരുന്നു. പക്ഷെ എന്തായി അവസ്ഥ? ഇന്നും അവരുടെ മണ്ണിനടിയിൽ സമ്പത്ത് കിടപ്പുണ്ട്. അത് പിടിച്ചെടുക്കാനാണ് ഈ സയനിസ്റ്റുകളുടെ തന്ത്രം. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ കൻസ് അല്ലാഹു തആല അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് പിടിച്ചെടുക്കലാണ് ഈ പാശ്ചാത്യന്മാരുടെ ലക്ഷ്യം. മുസ്ലിമീങ്ങളുടെ കൈകളിൽ നിന്ന് പിടിച്ചെടുക്കുക. അതിനുള്ള യുദ്ധതന്ത്രങ്ങളാണ് ഈ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു തആല നിഅമത്ത് ചെയ്തു. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനെ ശുക്ർ ചെയ്തു. അല്ലാഹ്, ഇവരുടെ സംസാരം കേൾക്കാൻ നീ എനിക്ക് ഭാഗ്യം നൽകി. അല്ലാഹുവേ, എനിക്ക് നീ ചെയ്ത അനുഗ്രഹം, നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ നീ ഭാഗ്യം എന്താ അല്ലാഹ്. ഇതായിരിക്കണം ഓരോ സത്യവിശ്വാസിയുടെ ലക്ഷ്യം. അല്ലാഹു നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ടോ, കഴിവ് തന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ, അതിനൊരു ഭാഗ്യത്തിന് വേണ്ടി നമ്മൾ അല്ലാഹുവോട് ചോദിക്കണം. അതായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്. അങ്ങനെയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് കൊടുത്തത്. ആ ബൈത്തുൽ മുഖദ്ദസിന് അധികാരം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയത്. എന്നിട്ട് അതിൽ അഹങ്കരിച്ചില്ല. അദ്ദേഹം അല്ലാഹുവോട് ദുആ ചെയ്തു, പടച്ചവനെ, എനിക്ക് നീ തന്ന ഈ അനുഗ്രഹം നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ നീ എനിക്ക് പ്രചോദനം നൽകണേ അല്ലാ. എന്റെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. എന്നെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അത്ര വിനയത്തിന്റെ പ്രാർത്ഥനയായിരുന്നു ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ചെയ്തത്. അപ്പോൾ ആ നാട് വാദി നംലി എന്നും അറിയപ്പെട്ടു ബൈത്തുൽ മുഖദ്ദസ്.